അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ് കേട്ടോ. മൂന്നാർ KSRTC ഡിപ്പോയുടെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി യാത്ര പോവാണ് കൊളുക്കുമലയിലോട്ട്. നാളെ നമുക്ക് അവിടെ പോയിട്ട് സൂര്യോദയമൊക്കെ കാണാനുണ്ട്. ഒരു അടിപൊളി യാത്രയായിരിക്കും. ഇവിടുന്ന് ഇനി KSRTC ബസ് വൈകിട്ട് 5:30 ഉള്ളൂ സൂര്യനെല്ലിയിലോട്ട്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അകത്തോട്ട് കയറാം. നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. നമ്മളിവിടെ സൗത്ത് ഇന്ത്യൻ താലിയാണ് ഓർഡർ ചെയ്തത്. ഇതാണ് ഫുഡ്. നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാം. നമ്മളിവിടെ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അവിടെ രത്തൻ ടാറ്റയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അടിപൊളി ചോറായിരുന്നു. നമ്മളിപ്പോൾ മൂന്നാർ ടൗണിലെത്തി കേട്ടോ. ഇവിടുന്ന് ഡയറക്റ്റ് ജീപ്പും ബസ്സൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇത് തേനിക്ക് പോകുന്ന ബസ്സാണ്. എനിക്ക് തമിഴൊന്നും വായിക്കാൻ അറിയില്ല. പുറകിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് പവർ ഹൗസ് ഇറങ്ങിയാൽ അവിടുന്ന് ജീപ്പ് കിട്ടുന്നതാണ് ഇതിൻ്റെ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ഈ ബസ്സിലോട്ട് കയറാം. ഇങ്ങനെയാണ് കേട്ടോ ഈ ബസ്സിൻ്റെ സീറ്റിങ്. അങ്ങനെ നമ്മളിവിടെ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ പോയിട്ട് പവർ ഹൗസ് ഇറങ്ങാം. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നിന്ന് ബസ് എടുത്തു കേട്ടോ. അത് ഇവിടെ തിരുവള്ളുവരുടെ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ തമിഴിലായതുകൊണ്ടൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. നമ്മൾ ഈ ബസ്സിലാട്ടോ വന്നത്. ബസ് പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ പവർ ഹൗസിൽ നിന്നേ ഒരു ഷെയർ ഓട്ടോ എടുത്തിട്ട് സൂര്യനെല്ലിയിലോട്ട് പോവാണ് കേട്ടോ. അടിപൊളിയല്ലേ ഈ റോഡ്. ഇപ്പോൾ ഈ ഒരു ഓട്ടോയിലാട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ താഴോട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 50 മീറ്റർ നടക്കാനുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് താഴോട്ട് പോവാം. ഇത് വഴിയാണ് കേട്ടോ. അവിടുന്ന് 2 റോഡായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു. അവർ പറഞ്ഞു ഈ വഴിയാണ്. അങ്ങനെ നമ്മളെ ഒടുവിലൂടെ കണ്ടുപിടിച്ചു. ഇവിടെ എത്തി. ഇതാണ് കേട്ടോ ഇവിടുന്നുള്ളൊരു വ്യൂ. അടിപൊളിയല്ലേ. അപ്പം നമ്മൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് ബാഗൊക്കെ അവിടെ വെച്ചൊന്ന് ഫ്രഷ് ആവാം. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ. പിന്നെ ഞാൻ നിയോലാൻഡ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് കേട്ടോ ഈ കൊളുക്കുമല ട്രിപ്പ് ഒരു പാക്കേജായിട്ട് എടുത്തത്. ഒരുപാട് പാക്കേജുകളൊക്കെ ഞാൻ നോക്കിയിരുന്നു. പക്ഷെ വളരെ അഫോർഡബിളായിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് അവർ ഈ ഒരു പാക്കേജ് തന്നത്. ഇവരൊക്കെ നമ്മളിവിടുന്ന് ഇപ്പോൾ പരിചയപ്പെട്ട കേട്ടോ. ഇവരൊക്കെ തൃശ്ശൂരാണ്, ചെവായൂർ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സുജിത്ത് എന്നാണ് കേട്ടോ. പുള്ളിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ അത്. അമ്മയുടെ പേരെന്താ? അപ്പം നമ്മളിപ്പം അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാം കേട്ടോ. കുറച്ച് നടക്കാണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ പോയി നോക്കാം എങ്ങനെയുണ്ട്. നമ്മളെ അവിടെ നിന്ന് ഒരു കോൺക്രീറ്റ് റോഡിലോട്ട് കയറി കേട്ടോ. ഇവിടുന്നൊക്കെയുള്ള വ്യൂ നോക്കിയാൽ അടിപൊളിയല്ലേ. അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നിട്ടേ അവരൊക്കെ മുന്നിലെത്തി. നമുക്കിപ്പോൾ കുറച്ച് സ്പീഡിൽ നടക്കാം. ഈ ഒരു ബോർഡ് കണ്ടോ നിങ്ങൾ? എന്താ സംഭവം എന്നറിയോ? കാണിച്ചു തരാം. നോക്കിയേ, അടിപൊളിയല്ലേ. നമുക്കിവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഇതിവിടെ തുടങ്ങിയിട്ടേ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ഒരാൾക്ക് 1500 രൂപയാണ് വരുന്നത്. ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് നല്ലൊരു ഇറക്കാണ്. ഈ ഒരു ഭാഗത്തുള്ള വ്യൂ നോക്കി. ഇവിടെ എവിടെ ക്യാമറ ഓൺ ആക്കിയാലും അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് എത്തിട്ടോ. നോക്കിയേ, ഇവിടെ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ്. ഇവിടെയും നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നുന്നൊരു കാര്യം എന്താ അറിയുമോ? കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ കുപ്പിയും വേസ്റ്റും എന്തൊക്കെയോ കൊണ്ടിട്ടുണ്ട് ആളുകൾ. ഇത്രയും ഭംഗിയുള്ള സ്ഥലമൊക്കെ എങ്ങനെ മലിനാക്കാമെന്നാണ് ഇവരൊക്കെ എങ്ങനെ ചിന്തിക്കുന്നത് തോന്നുന്നു. അപ്പോൾ അത് ആ ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത്. നമ്മളീ പോകുമ്പം കാണുന്നൊക്കെയല്ലേ ഇതൊക്കെ ഏലമാണ് കേട്ടോ. ഏലം
ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. നമ്മളിവിടെ എത്തിയിട്ടോ. ആ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വെള്ളച്ചാട്ടം കണ്ടോ? നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. നമ്മൾ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയാണ്. നിങ്ങളാരെങ്കിലും അട്ടേനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടോ. ഇതാണ് നമ്മുടെ നൂലട്ട. ഇത് നമ്മുടെ കാലിലോട്ടൊക്കെ വലിഞ്ഞു കയറും. നമ്മുടെ ചോരയൊക്കെ ഇങ്ങനെ ഊറ്റി കുടിക്കും. പുള്ളി പോകുന്ന നോക്കിയേ. നമ്മളെ ഇവിടെ ഒരു വ്യൂ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതാണ് ആ വ്യൂ. നോക്ക്, ഉണ്ട്. അടിപൊളിയല്ലേ? ഇവിടെ ഇത് നദിയുണ്ടോ? അങ്ങനെ നമ്മൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിവിടെ എത്തിയിട്ടോ. കുറച്ച് റെസ്റ്റ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഒരാളുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ചായ ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ആൾ നമ്മളെടുത്തോട്ട് വന്നാ കേട്ടോ. കാക്കൊന്ന് കൊടുക്കാം. അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ടോ. ഇവിടെ ലൈറ്റൊക്കെ വന്ന ശേഷം അടിപൊളിയായിട്ടില്ലേ? ഇതൊക്കെ ടെൻറ്റുകളാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ അങ്ങോട്ട് പോകാം. താഴെ ഇവിടെ മുഴുവൻ കോടയൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് അപ്പം നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണ് താമസിക്കുന്നത്. അവിടെ താഴെ നിന്ന് മേലോട്ടുള്ള വ്യൂ അടിപൊളി. കാണിച്ചു തരാം താഴേക്ക്. അപ്പം നമ്മളെ ഫുഡൊക്കെ കഴിച്ചിങ്ങോട്ട് വന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം വേഗം പോയി ഫുഡൊക്കെ കഴിച്ചാണ്. ഇപ്പോൾ സമയം 8:40. നമുക്ക് നാളെ 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീറ്റ് 4:30 നമ്മൾ കൊടുക്കുമലയിലോട്ട് പോകും. അപ്പം നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് നേരെ കൊടുക്കുമലയിലോട്ടുള്ള യാത്ര ഇപ്പോൾ തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ റെഡിയായിട്ട് ഈ സൈഡിലോട്ട് വന്നതാണ്. നമുക്ക് ആദ്യം പോയിട്ട് ചായ കുടിക്കാം, എന്നിട്ട് നമുക്ക് ജീപ്പിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് രാവിലെ നല്ല ചൂട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ചൂട് ചായ കുടിക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ടുള്ള യാത്ര പോവാം കേട്ടോ. നമ്മളിവിടുന്ന് ജീപ്പിലോട്ട് കയറി കേട്ടോ. ഇനിയിപ്പം നമ്മളങ്ങോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ ജീപ്പിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പുറത്തേക്ക് കാണുന്ന ജീപ്പൊക്കെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ജീപ്പ് ഇവിടെ നിർത്തിയിട്ടോ, പാസ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടോ, ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ട് കേട്ടോ. ഇവിടെ നിന്നാണ് പാസ് വാങ്ങേണ്ടത്. ഇതൊക്കെ ജീപ്പിൻ്റെ ഡ്രൈവേഴ്സാണ്. ഇനി ഈ റൂട്ടാണ് പോകേണ്ടത്. ജീപ്പൊക്കെ പോകുന്നുണ്ടോ, ഇതൊക്കെ അങ്ങോട്ടാണ് കേട്ടോ. നമ്മുടെ ജീപ്പ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ഒരു ചേച്ചി ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇവിടുന്ന് വാങ്ങി ചായയൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. ഉണ്ടോ? നമ്മളിവിടുന്ന് പാസ്സൊക്കെ എടുത്തു. ഇവിടുന്ന് 13 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. 1 മണിക്കൂർ സമയം എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മളെ ഇപ്പം അങ്ങനെ അവിടെ ചെക്ക് പോസ്റ്റിലെത്തി കേട്ടോ. കാണാം, എന്നിട്ട് അവിടുന്ന് കിട്ടിയ പാസ് ചെക്ക് ചെയ്യും. എന്നിട്ടാണ് ഇനി അങ്ങോട്ട് വിടുക. അങ്ങനെ ഇപ്പം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നേരെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ പുറകിലൊക്കെ
മുകളിലോട്ട് എത്തിയിട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അയ്യോ, അതാണ് അവസ്ഥ. അവിടെ ആ ഭാഗത്തെ മേഘങ്ങൾ കണ്ടോ? കണ്ടോ? കുറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുവഴിയാണ് കേട്ടോ നമ്മളിങ്ങോട്ട് കയറി വന്നത്. കണ്ടോ ജീപ്പുകളൊക്കെ വരുന്ന വെച്ചാൽ ഓരോ ജീപ്പുകളാ. ഇവിടുന്ന് മുകളിലോട്ടുള്ളൊരു വ്യൂ കണ്ടോ? നമ്മളിങ്ങോട്ട് കയറി വന്ന എനിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. ഓടിക്കഴിഞ്ഞതാണ്. ഒടുവിൽ നമ്മളിവിടെ മേലെ എത്തിയിട്ടോ. കിടക്കുന്നു. കാഴ്ച കാണിച്ചു. താഴോട്ടുള്ളൊരു കാഴ്ച കണ്ടോ? വ്യൂ നോക്കിയേ. ഒന്നും പറയാനില്ല കേട്ടോ. ആ മലയുടെ മുകളിൽ വെയിലടിച്ചിട്ട് കണ്ടോ? അവിടെ ആ പുഴ പോലെ കാണുന്നതേ മുഴുവൻ മേഘങ്ങളാട്ടോ. നമ്മളതാ അതുവഴിയൊക്കെയാണ് കയറി വന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ. അടിപൊളി ഒരു യാത്രയായിരുന്നു, ഒന്നും പറയാനില്ല. നോക്കിയേ, നമുക്ക് രാവിലെ തന്നെ ഒരു അടിപൊളി സൺറൈസൊക്കെ കിട്ടി. നമുക്കിനി അവിടെ പാറയുടെ ഭാഗത്തോട്ട് പോവാം. ബാ, ഇനി നമുക്കവിടെ ഒരു റോക്ക് ഉണ്ട്, അതാണ് ഇനി ഇവിടുന്ന് അടുത്ത് കാണാനുള്ളത്. അതൊരു അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ. വാ, നേരെ അങ്ങോട്ട് പോവാം. നിങ്ങൾ ഈ ഒരു ഭാഗത്തുള്ള വ്യൂ കൂടെ നോക്കിയേ, സൂപ്പർ അല്ലേ? ഇത് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. വേറൊന്നും പറയാൻ തോന്നില്ല, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, സൂപ്പറാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കിനി അവിടെ റോക്കിൻ്റെ ഭാഗത്തോട്ട് പോകാം. ഇവിടെ നിൽക്കുള്ളൊരു വ്യൂ കണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതേ കൊളുക്കുമലയുടെ മുകളിലാണ്, അതിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആക്ച്വലി കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ബോഡിനായ്ക്കന്നൂർ താലൂക്കിലാണ് കൊളുക്കുമല ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് കേരളത്തിലൂടെ മാത്രമേ കൊളുക്കുമലയിലോട്ട് വരാൻ പറ്റുള്ളൂ. നമ്മളവിടെ ബേസ് ക്യാമ്പിൽ നിന്ന് 13 കിലോമീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് രാവിലെ ഒരു 4-4:30 വരുവാണെങ്കിൽ നമുക്ക് ജീപ്പ് അവൈലബിലിറ്റി ഉണ്ട്. തലേന്ന് വരുവാണെങ്കിൽ നമുക്കവിടെ റൂംസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഏറ്റവും അടിപൊളി ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ സൂര്യോദയമാണ്. നമ്മൾ രാവിലെ
സൂര്യോദയ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഓഫ് റോഡാണ്. നമ്മുടെ ലൈഫിൽ നമ്മളെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഓഫ് റോഡ് ഇവിടെ നമുക്ക് കൊളുക്കുമലയിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും കൊളുക്കുമല വരിക, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്. അവിടെ പാറയുടെ ഭാഗത്തോട്ട് പോവാം. ഇവിടുത്തെ അടുത്തൊരു അടിപൊളി എക്സ്പീരിയൻസ് അവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെയുള്ള ഒരു മലയുടെ വ്യൂ നോക്കിയേ. ഇതിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ. നമുക്ക് അങ്ങോട്ട് പോവാം. മുഖത്തോട്ടെ വെയിലടിച്ചിട്ട് നോക്കിയേ. നമുക്ക് അവിടെ താഴോട്ട് ആ ഒരു ഭാഗത്തോട്ട് പോവാം. ഇവിടെയൊക്കെ ഇറങ്ങേണ്ട വഴികളൊക്കെ കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് കുറച്ച് താഴോട്ട് നടക്കാണ്ട് കേട്ടോ. ഇതുവഴി പോകണം. ഇതുവഴി വേണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാൻ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴി കുറച്ച് പണിയാണ് കേട്ടോ. ഇറങ്ങി പോകാൻ ഒന്ന് സ്ലിപ്പായാൽ കഴിഞ്ഞു. ഇതേ ആ മലയിലൊക്കെ ഇങ്ങനെ വെയിൽ വന്ന് തുടങ്ങിയിട്ടോ. ഇതുവഴി ഇറങ്ങാം. നമുക്കപ്പോൾ ഇതുവഴി ഇറങ്ങി പോവാം. നമ്മളിവിടെ ജാഗർ റോക്കിൻ്റെ അടുത്തെത്തിട്ടോ. കണ്ടോ, അങ്ങനെ നമ്മളിവിടെ ജാഗർ റോക്കിൻ്റെ അടുത്തെത്തിട്ടോ. ഓക്കെ, എവിടെയാണ് കേട്ടോ ജാഗർ റോക്ക്. സൂര്യൻ അങ്ങനെ പതിയെ പതിയെ മുകളിലോട്ട് വരികയാണ്. ഇവിടെയൊക്കെ കോട കണ്ടോ. സമുദ്രനിരപ്പിന്നേ ഏകദേശം 8000-ഓളം അടി ഉയരത്തിലാണ് നമ്മുടെ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കൊളുക്കുമലയുടെ ഏറ്റവും അടുത്തുള്ള ടൗണ് സൂര്യനെല്ലിയാണ്. സൂര്യനെല്ലിയിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുക. മൂന്നാറിൽ നിന്നാണെങ്കിൽ ഏകദേശം 35 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ കൊളുക്കുമലയുടെ ബേസ് ക്യാമ്പിലോട്ട്. അവിടുന്ന് മുകളിലോട്ട് 13 കിലോമീറ്ററാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ കൊളുക്കുമലയിലോട്ടുള്ള യാത്ര. അതുപോലെ ഇതിനടുത്തായിട്ട് ഒരു ചായ ഫാക്ടറി ഉണ്ട്. നമ്മുടെ തേയില ഫാക്ടറി ഇതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം കൊളുക്കുമലയിൽ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളോടും നമ്മുടെ ജാഗർ റോക്കിനോടൊക്കെ ബൈ പറഞ്ഞ് വീണ്ടും ഉറപ്പായിട്ടും ഒന്നുകൂടെ ഇവിടെ വരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നമുക്കിവിടുന്ന് തിരിച്ചു പോകാം കേട്ടോ. എന്തായാലും ഒരിക്കൽ കൂടെ ഇവിടെ വരണമെന്ന് മനസ്സിൽ ഉണ്ട്. അപ്പം കൊളുക്കുമലയിലെ മനോഹരമായ കാഴ്ചകളോടും നമ്മുടെ ജാഗർ റോക്കിനോടൊക്കെ വിട പറഞ്ഞ് വീണ്ടും ഉറപ്പായിട്ടും ഇവിടെ ഒന്നുകൂടെ വരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്കിവിടുന്ന് തിരിച്ചു പോകാം കേട്ടോ. കണ്ണും മനസ്സും ഒക്കെ നിറയ്ക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളൊരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ജീപ്പിൻ്റെ അടുത്തോട്ട് പോവാം കേട്ടോ. നമ്മൾ ഈ ഒരു ജീപ്പിലാണ് കേട്ടോ രാവിലെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കുറച്ച് ഡ്രൈവർ ചേട്ടന്മാരുണ്ട്, അവരുടെ തന്നെ ചോദിച്ചു നോക്കാം. അവരത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു നമുക്ക്. അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ട് നമ്മൾ വന്ന ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. അപ്പോൾ ഈ ചേട്ടന്മാരുടെ നമുക്ക് ചോദിച്ചു നോക്കാം, അവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും. ഏട്ടാ, நாங்கள் எல்லோரும் கொழுக்குமலை டிரைவர் தானே. நாங்கள் சிதம் கொழுக்குமலைக்கு காலையில் 4:30க்கு கீழே வண்டியை ஸ்டார்ட் பண்ணிடுவோம். இங்கே 6 o'clock முன்னாடி இங்கே வந்துடணும், கொழுக்குமலைக்கு வந்துடணும். இங்கே வந்தால் சன்ரைஸ் வந்து 6:30க்குள்ளே சன்ரைஸ் ஆயிரும்.
இங்கே வந்துட்டா மேலே உள்ள ஒரு டீ கேன்டீன் இருக்குது, அங்கே போய்ட்டு ரெஸ்ட் ரூம் இருக்குது, அங்கேருந்து வியூ பார்க்கலாம். ஒரு எக்கோ பாயிண்ட் இருக்குது. பிறகு இந்த சைடு வந்து சிங்கப்பாறை இருக்குது. ஓகே, சிங்கப்பாறை இங்கேருந்து பார்த்தா கேரளா தமிழ்நாடு பார்டர்லேருந்து பார்க்கும்போது வந்து இந்த சைடு கேரளா, இந்த சைடு தமிழ்நாடு, ரெண்டு வியூவுமே தெரியும். ஓகே. அப்புறம் பார்த்தீங்கன்னா ஈவினிங் வந்து சன்செட் பார்க்கலாம் கேரளா சைடு. ஓகே. மார்னிங் வந்து சன்ரைஸ் இந்த சைடு தமிழ்நாடு സൈഡിൽ വരും. ഈവനിങ് வந்து സൺസെറ്റ് வந்து കേരള സൈഡിൽ നിന്ന് വരും. നമുക്ക് രാവിലെ ഇപ്പം ജീപ്പ് സഫാരി 4 മണിക്കൂറും, പിന്നെ അതില്ലാതെ ജിപ്പ് ലൈൻ പോകണമെങ്കിൽ അത് ലാംഗ്വേജ് സിപ്പ് ലൈൻ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ സമയം പിടിക്കും. എത്ര ചാർജ് വരുന്നത്? അതിന് 3750. ഓക്കെ. പിന്നെ അതില്ലാതെ 800 മീറ്റേഴ്സ് സിപ്പ് ലൈൻ ഉള്ളതാണ്. അതിന് വന്നിട്ട് നമുക്ക് 500 രൂപ ചാർജ് ചെയ്യുന്നത്. പിന്നെ കയാക്കിംഗ് ഉണ്ട്, കയാക്കിംഗ്, ബോട്ടിങ്, പിന്നെ അതില്ലാതെ AVT ബൊളാറിസ് ബൈക്ക് റൈഡ്, പിന്നെ രാവിലെയും പിന്നെ വൈകുന്നേരം ആകട്ടെ നമുക്ക് ഹാർട്ട് എയർ ബലൂൺ, ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഇരിപ്പുണ്ട്. അവിടെയല്ലേ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മളെ താഴോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. ഇവിടെ നോക്കി അടിപൊളിയായിട്ടുള്ള കുറേ തേയിലത്തോട്ടങ്ങളും സൂപ്പറായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ റൈറ്റ് സൈഡിൽ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ കാണുന്നത് കേട്ടോ. ആ സൈഡിലാണ് അത്. 1800 മീറ്ററാണ് അവിടുത്തെ സിപ്പ് ലൈനിൻ്റെ ഒരു ദൂരം എന്ന് പറയുന്നത്. നോക്കിയാൽ ഇവിടെ മുഴുവൻ ചായത്തോട്ടങ്ങളാണ് കേട്ടോ. നമ്മൾ വന്ന വഴിയല്ല അങ്ങോട്ട് തിരിച്ചു പോകുന്നത്, തിരിച്ച് ആ വഴിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോവുക. അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയല്ലേ? നോക്കിയേ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സൂപ്പറാണ്. നമുക്കിനി നേരെ താഴോട്ട് പോകും. നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടോ, ആ വഴിയാണ് നമ്മളിനി താഴോട്ട് പോവുക. അങ്ങനെ നമ്മൾ താഴോട്ട് എത്തിയിട്ടോ. ആ റോഡ് വഴി കേട്ടോ നമ്മളിങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തിയിട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.